UDF എടുക്കുന്ന ഏത് തീരുമാനത്തോടും യോജിച്ച് പ്രവർത്തിക്കും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എന്ന് വെച്ചാൽ പാലാ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കളിക്കുമില്ല. പാലാ സീറ്റിലേക്ക് ജോസ് കെ മാണി ഒരാവശ്യം പറഞ്ഞാൽ UDF അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് UDFിലേക്ക് തിരിച്ചു വരുമ്പോൾ പാലാ എന്ന് പറയുന്ന സീറ്റ് ഉറപ്പായിട്ട് ചോദിക്കുന്നത് അതാരുടെയും ജന്മാവകാശമല്ലോ. ഞാൻ 10,378 വോട്ടിന് ജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് ചേട്ടൻ പൊക്കോ നാളെ വിളിഞ്ഞ് പോരണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമില്ല. അങ്ങനെ UDF എന്നോട് പറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ജോസ് കെ മാണിക്ക് സ്വാഗതം. പക്ഷേ ജോസ് കെ മാണിക്കും പാർട്ടിക്കും സ്വാഗതം. വേറെ ഏത് പാർട്ടികൾക്കും സ്വാഗതം. പാലാ സീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ അവിടെ ഇനി അങ്ങനെ ഒരു ധാരണയിലേക്കാണ് വരുന്നതെങ്കിൽ വ്യക്തിപരമായിട്ട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ആറ്റിലെ വെള്ളം പറ്റുകയും പട്ടിക്കര വന്ന് കടിക്കുകയും ചെയ്യുമോ എന്ന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ CPIയെയും അടൂർ പ്രകാശ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഒരുപാട് നല്ല ആളുകളുള്ളൊരു പാർട്ടിയാണ് അത്. അവർ വരികയാണ് ഏറ്റവും നല്ലത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് നിലവിലെ പാലയിലെ സാഹചര്യങ്ങൾ? പാലായിലൊരു സാഹചര്യത്തിനും കുഴപ്പമില്ല. കഴിഞ്ഞ തവണ ജയിച്ചതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തറപ്പിച്ച് പറയാൻ പറ്റും. അത്രയേറെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ BMS ഇപ്പോൾ ഗണഗീതമൊക്കെ പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം തന്നെ മാറ്റിവെച്ചു. അപ്പോൾ അതിനെങ്ങനെയാണ്? ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒരു ആഘോഷമല്ലേ. ലോകം മുഴുവൻ എല്ലാ ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. അതുപോലെ ഓണം മലയാളിയെ സംബന്ധിച്ചുള്ള മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അത് ലോകത്തുള്ള മലയാളികൾ എവിടെ ഉണ്ടായാലും അത് ആഘോഷിക്കും. ഞങ്ങളെയൊക്കെ അമേരിക്ക പോലും അതിഥികളായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാക്കി ആര് ക്രിസ്മസ് ആഘോഷിച്ചാലും അത് നല്ല കാര്യമല്ലേ. ഗണഗീതം ക്രിസ്മസ് ആഘോഷവേളയിൽ ആലപിക്കണമെന്ന് BMS അടക്കം അവരാലോചിച്ചോട്ടെ. ആലോചിക്കണമെന്ന് ആവശ്യമുള്ളവർ ആലോചിച്ചോട്ടെ. ഒരു വിരോധമില്ല. ഇന്നിപ്പം അയ്യപ്പനെ പറ്റിയുള്ള പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അമ്മാവന് എന്തുവാകാം എന്ന് പറഞ്ഞ സ്ഥിതി അതിൻ്റെ മറുപടി ബാക്കി ആർക്കും പറ്റിയല്ല. എന്തുവാകാമെന്ന് പറയുന്നതിൻ്റെ ബാക്കി കാര്യം ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. CPMന് എന്തുവാകാം, ബാക്കി ആർക്കും ഒന്നും പാടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലവിലെ ട്രെൻഡ് ആ ഒരു ട്രെൻഡിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിക്കാൻ കഴിയും എന്നത് UDFിൽ നിൽക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ തോന്നുന്നുണ്ടോ? അതോ നിയമസഭയിലെ ട്രെൻഡ് ഒരു വ്യത്യസ്തമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡില്ല. മുകളിലൊരു ട്രെൻഡ് ഈ പറഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. കാരണം ഇത് ഭരണവിരുദ്ധ വികാരമാണ്, ഇടതുപക്ഷ വിരുദ്ധ വികാരമാണ്. CPM അവകാശപ്പെടുന്നത്. അത് അവർക്ക് അവകാശപ്പെടാം. അവരെപ്പോഴും അങ്ങനെ അവകാശപ്പെടില്ല എന്ത് സംഭവിച്ചാലും.